ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയുമായി വന്നത് വാഹനം ഉള്ളവർക്കും വാഹനം ഓടിക്കുന്നവർക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുവാനാണ്. എന്താണ് ആ കാര്യം? ഉദാഹരണമായി, ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അത് ഞങ്ങളുടെ ജോലി തിരക്കിനിടയിലും അതുപോലെ വീട്ടിൽ ചെയ്തു തീർക്കേണ്ടതായും മറ്റേ പല പൊതു ആവശ്യങ്ങൾ നമ്മൾ ബന്ധപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങളിടയിൽ നമ്മുടെ ലൈസൻസ് പുതുക്കാൻ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയാൽ എത്രയധികം വിഷമമറിയാം. കാരണം അത് വിട്ടുപോയാൽ ഒരു 2-3 ദിവസമല്ലെങ്കിൽ അവർ ചിലപ്പം RTOൻ്റെ അവിടെ പോയിട്ട് അവർ കിട്ടുന്ന എനിക്ക് തോന്നുന്നു. പക്ഷേ അതിന് എന്നാലും പൈസ കൊടുക്കണം. 1000-1500 രൂപ അതിന് ലൈസൻസ് പുതുക്കാനൊക്കെ കൊടുക്കേണ്ടി വരും. ഒരു കുറേ കൂടുതൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓടിച്ചെന്നെ കാണിക്കേണ്ടി വരും. അതേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ആദ്യം അങ്ങനെ ലൈസൻസ് എടുത്ത് അതുപോലെ എല്ലാം എടുത്ത് അങ്ങനെ ഫുൾ ലൈസൻസിന് അപേക്ഷ കൊടുക്കേണ്ടി വരും. അതുപോലെ ഓടിച്ച് തന്നെ അവിടെ കാണിക്കേണ്ടി വരും. ഉദാഹരണമായി നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ ഉദാഹരണം ഇവിടുന്ന് ഒരാൾ ലീവ് ജോലി സ്ഥലത്തേക്ക് പോകുന്നു. ഉദാഹരണം അങ്ങ് എവിടെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഒറീസയിലോ എന്തെങ്കിലും ജോലി സംബന്ധിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വണ്ടി ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കില്ല. അപ്പോൾ പുതുക്കാൻ വേണ്ടി വിട്ടുപോകും. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ വിട്ടുപോകാണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ മനസ്സിലുണ്ട്. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളെങ്കിൽ നിങ്ങളെ ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞോന്ന് ആദ്യം നോക്കുക. ഇന്ന് രാത്രി തന്നെ നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 മണിക്കാരാ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ടാവും തോന്നണേ. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ നോക്കും, ഇന്ന് രാത്രി നോക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെ ടൈം കാലാവധി കഴിഞ്ഞോ നല്ല ഉപകാരമാണ്. അതുപോലെ വണ്ടിയുടെ ഇൻഷുറൻസ് അത് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ വളരെയധികം വിഷമമാണ്. അപ്പോൾ എനിക്കതറിയും. ഞാൻ അതിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പണിയെടുത്തതാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. ട്രാഫിക്കിനെ പറ്റി കുറേ അറിയും. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ ഈ അപകടം ഉണ്ടായാൽ ആ സമയത്ത് അയാൾക്ക് ലൈസൻസ് ഉണ്ടോ, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, വണ്ടിയിൽ ആർ സിൻ്റെ കാലാവധി ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ ഈ ഇൻഷുറൻസ് അതിൻ്റെ കാലാവധിയുണ്ട്. അതിൻ്റെ കാലാവധി 1 മിനിറ്റ് കാലാവധി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാലും 1 മിനിറ്റ് കഴിഞ്ഞാലും കാര്യം പോക്കാണ്. കാരണം അതിൻ്റെ അപകടത്തിൽപ്പെട്ടാൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കും പറ്റാല. അപ്പോൾ ഇൻഷുറൻസുകാർ ഇൻഷുറിലെ പൈസ കൊടുക്കില്ല. അങ്ങനെയാണ് എനിക്കറിവ്. ഇപ്പം കുറേ കൊല്ലങ്ങളെ ഞാൻ അതിൻ്റെ അകത്ത് വിട്ടിട്ട്. അപ്പോൾ അവർ RC ഓണറെ വരില്ല കേസ് കൊടുക്കുക. RC ഓണർ വഴി ഞാൻ പാപ്പര എനിക്ക് വണ്ടിയേ ഉള്ളൂ, വേറെ സ്വത്തെല്ലാം ഉണ്ടാവും, വേറെ എനിക്ക് പൈസ ഒന്നും കൊടുക്കാനില്ല. ഇവിടെ അയാൾക്ക് സ്വത്തുണ്ടെങ്കിൽ അത് ജപ്തി ചെയ്യും, വണ്ടി എല്ലാം പോകും. അയാൾക്കും ഇല്ലെങ്കിൽ ഈ ലൈസൻസ് ഓടിച്ചാക്കേണ്ട അത് ജപ്തി. ഒരു കാലത്തും രണ്ടാളും പാപ്പരാണെങ്കിൽ എപ്പോൾ സ്വത്തെടുക്കാൻ പറ്റുമോ അന്നേരം അവർ ജപ്തി ചെയ്യും. പക്ഷേ എന്തായാലും സ്വത്തുണ്ടാവും, അത് കൊണ്ടുപോകും. വെറുതെ അതിനൊന്നും നിലനിർത്തേണ്ട. ഇൻഷുറൻസ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, പൊല്യൂഷൻ, വണ്ടീൻ്റെ RC രജിസ്ട്രേഷന് ഒരു കാലാവധിയുണ്ട്. അതെല്ലാം ഇന്ന് രാത്രി തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ്, നിങ്ങൾ നോക്കുക. അതുപോലെ നമ്മളിപ്പോൾ രാവിലെ കാലത്ത് വണ്ടി എടുക്കുമല്ലോ. എനിക്ക് പറ്റിയിട്ടുണ്ട്, അതാണ് പറയുന്നത്. വണ്ടി എടുക്കുമ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ പോകണ്ട സുമാർ ഒരു 20 കിലോമീറ്റർ അങ്ങോട്ട് പോകണ്ടാവും. ചില സ്ഥലത്ത് പോയാൽ അടുത്തൊന്നും പെട്രോൾ പമ്പ് കാണില്ല. വണ്ടി ഓടിച്ച് പോയി കൊണ്ടേയിരിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ എണ്ണ കഴിഞ്ഞ് ആകെ വിഷമത്തിലായില്ലേ. അപ്പോഴെന്താ ചെയ്യുക? നമ്മൾ കാലത്ത് അത് ചെക്ക് ചെയ്താൽ മതി. എണ്ണയുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എണ്ണയുണ്ടോ എന്ന് ആദ്യം നോക്കും. ഇൻഡിക്കേറ്റർ, എനിക്ക് മെയിനാണ് ഇൻഡിക്കേറ്റർ. കാരണം ഞങ്ങൾ വണ്ടിയും കൊണ്ടുപോകുമ്പോൾ ഞാൻ കൈ കാണിക്കുന്നില്ല, ഒറ്റ കൈ പരിപാടിയൊന്നും കാണിക്കില്ല. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടും. ഇൻഡിക്കേറ്റർ പെട്ടെന്ന് ഇടത്തോട്ട്, ഇപ്പോൾ ലെഫ്റ്റിലോട്ട് പോകണം, ലെഫ്റ്റിലോട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്ന് ഇടത്തോട്ട് പോകില്ല, അതുപോലെ വലത്തോട്ടും പോകില്ല. ഇത് ഞാൻ എന്തായാലും ഒരു 30 മീറ്റർ ഇപ്പുറത്ത് ഇടാൻ തുടങ്ങും ഇൻഡിക്കേറ്റർ, ഏത് ഭാഗത്ത് അയച്ചാലും. എന്നാലും ഞാനിപ്പോൾ വേറെ സംസ്ഥാനത്തിലുള്ള എല്ലാം വെച്ചാൽ ചെറിയ കൂറ വന്ന പോലെയാണ്. കാരണം ചെറിയൊരു മീശ അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അതുകൊണ്ട് ഇവിടെ ഞാൻ അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് പ്രധാനം ഈ 2 മിറർ സൈഡ്
റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ അതിലാണ് നോക്കുക. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റും നോക്കാറില്ല. അപ്പോൾ മിററിൽ നോക്കും. മിററിൽ നോക്കിയാലും അത് ദൂരമുള്ള അടുത്തായിട്ട് കാണും. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഒരു തെറ്റ് കാണുന്നു. അപ്പോൾ മിററിൽ നോക്കിയിട്ടാണ് ഞാൻ ലെഫ്റ്റ് റൈറ്റിൽ നോക്കുക. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അത് ഇടത്തോട്ട് പോകുമ്പം പിന്നെ ആരും ബാക്കിലില്ല, ലെഫ്റ്റിൽ തന്നെ ഓവർടേക്ക്. ലെഫ്റ്റിലോട്ട് ഓവർടേക്കുന്ന ഈ സംസ്ഥാനത്തിലുണ്ട്. കേരളം അങ്ങനെയില്ല. മറ്റുള്ള സംസ്ഥാനത്തിൽ അവർക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുനാഥകന്മാർ അതായിരിക്കും. അതാണ് കാരണം. ഇടത്തോട്ടും റൈറ്റിലോട്ടും ഇല്ല, ഒരു കൺട്രോളില്ലാത്ത ഓട്ടമാണ്. അപ്പം ഞങ്ങൾ പിന്നെ ശ്രദ്ധിച്ചിട്ട് ഓടും, ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഓടും. അതുപോലെ പിന്നെ ഈ ഞാൻ എല്ലാ ദിക്കിലും പറഞ്ഞ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ട്, അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞത്, നമ്മൾ ബസ്സിൻ്റെ മുന്നിലെ കൂടെ നടക്കുന്നത് ആ ഡ്രൈവർക്ക് കാണില്ല. ഡ്രൈവർക്ക് തീർച്ചയായിട്ടും ബസ്സിന് നേരെ മുമ്പിലുള്ള ആളെ കാണില്ല, കുട്ടികളൊന്നും കാണാൻ വഴിയില്ല. അപ്പോൾ ഞങ്ങളത് വേണം, ബസ്സിൻ്റെ ഒരു 1.5 മീറ്റർ കുറച്ച് മുമ്പോട്ടായിട്ട് നടക്കണം. മുമ്പോട്ടായിട്ട് കൈ രണ്ടും പൊക്കണം. അപ്പോൾ കൈ രണ്ടും ഇങ്ങനെ, അല്ല ഒരു കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യുക ബസ്സിൻ്റെ മുന്നിലെ കൂടെ. കാരണം ഡ്രൈവർക്ക് കാണില്ല. ഈ കൈ പൊക്കിയാൽ ഡ്രൈവർക്ക് മനസ്സിലാവും അതിന് മുന്നിലെ കൂടെ ആൾ പോകുന്നുണ്ടെന്ന്. അങ്ങനെ ചെയ്യണം, എന്നാൽ അപകടം കുറയും. അതുപോലെ തന്നെ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ മുന്നിൽ കുറച്ച് അല്പം ഒരു 10 മീറ്റർ മുമ്പിൽ വേറെ ലെഫ്റ്റ് റോഡ് ഉണ്ടാവും. എൻ്റെ റൈറ്റിലേക്കൂടെ വന്നിട്ട് പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്കൂടെ തന്നെ പിന്നെ ലെഫ്റ്റിലോട്ട് പെട്ടെന്ന് വെട്ടിച്ച് പോകുന്നുണ്ടാവും. അത് ഏറ്റവും ഡേഞ്ചർ. കാരണം എൻ്റെ വണ്ടി പിന്നെ അവർ ലെഫ്റ്റിലോട്ട് പോകുന്നെങ്കിൽ പിന്നെ എൻ്റെ ബാക്കിൽ അവർ 10 മീറ്ററിലേ വേണ്ടു, എൻ്റെ ബാക്കിൽ കൂടെ അങ്ങ് ഞാൻ കടന്നതിന് ശേഷം പോയാൽ മതി. പക്ഷെ അത് പോവില്ല. ഇവിടെ കണ്ടു ഏറ്റവും ഭയങ്കര, ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും പോകാൻ പാടില്ല. ഞങ്ങൾ വളരെ പിന്നെ ഒരു വണ്ടി ബാക്കിൽ ഉള്ള വണ്ടീൻ്റെ മുമ്പിലേ കൂടെ നമ്മൾ ഇടത്തോട്ടോ ലെഫ്റ്റോ റൈറ്റോ പോകാൻ പാടില്ല. കാരണം ബാക്കിലത്തെ വണ്ടി ഓരോ സെക്കൻഡിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപകടം പറ്റി നമ്മൾ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യമാണ്, മുന്നിൽ നിർത്തിയ വണ്ടിയുടെ ബാക്കിൽ നിർത്താനും പാടില്ല. അതുപോലെ ഈ കയറ്റത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, ആ വണ്ടീൻ്റെ പെട്ടെന്ന് ആക്സിലേറ്ററിൽ നിന്നും കാലെടുക്കുമ്പോൾ ആ വണ്ടി ബാക്കോട്ട് കൊണ്ട് നമ്മൾ അതിൻ്റെ അടിയിലായി പോകും. എന്തിനാണ് അതിനെ ഇടവരുത്തുന്നത്? ഞങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് വിട്ട് വണ്ടി നിർത്തണം. പിന്നെ വലിയ സിറ്റിയിലും ട്രാഫിക്കിലും ബാക്കിൽ നിന്ന് നിർത്തേണ്ടതായി വരും. ഇത് ബാക്കിൽ നിന്ന് ഇങ്ങനെ കിക്കി ഇങ്ങനെ ഓൺ അടിച്ചുകൊണ്ട് വെക്കും. അങ്ങനെയുള്ള, എന്നാലും ഞാൻ ഒരു മീറ്റർ ബാക്കിൽ, 1 മീറ്റർ അത്രേ കയറും, 1-1.5 മീറ്റർ ബാക്കിൽ ഞാൻ നിൽക്കുള്ളൂ. അത് സെൻട്രലിലേക്കല്ല, കാരണം ബാക്കിലോട്ട് കൊണ്ട് നമ്മൾ അതിൻ്റെ അടിയിലായി പോകും. നമുക്കൊരു വെട്ടിക്കാൻ പറ്റിയ സൈഡിലിടും കൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും നോക്കുക. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ഇന്ന് തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി, ഇൻഷുറൻസിൻ്റെ കാലാവധി, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഇത് പഠിക്കുന്നത്. പിന്നെ പോലീസ് എപ്പം പിടിക്കുമല്ലോ, അവർക്ക് അറിയാലോ. അപ്പോൾ വളരെയധികം വലിയ ഫൈനാണ് അവർ പിടിക്കുന്നത്. ഫൈൻ്റെ അല്ല, നമ്മുടെ പിന്നെ എല്ലാറ്റിനും നല്ലതാണ്. അപകടം ഉണ്ടായാലും എല്ലാറ്റിനും നല്ലതാണ്. നമ്മുടെ സ്വയം രക്ഷയ്ക്കും എല്ലാം നല്ല ഹെൽമെറ്റ്, അത് അറിയാലോ. ഹെൽമെറ്റ് ഉപയോഗിച്ച് ഓട്ടുക. നല്ല ഹെൽമെറ്റ്. ഇതിനിടയ്ക്ക് ഏതൊരു വീഡിയോ കണ്ടിന് ഹെൽമെറ്റ് അവർ 500 റുപ്യേൻ്റെ 800 500 800 1500 ഹെൽമെറ്റിന് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടിരിക്കും. ഇനി ഞാനും പോയി കാണിക്കാം. കാരണം അയാൾ കണ്ടത് എല്ലാവരും കാണണമെന്നില്ല. അങ്ങനെ അപ്പോഴങ്ങനെയാണ് ഞാൻ പറഞ്ഞതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് ഉണ്ടാവുക. ബസ്സിൻ്റെ മുന്നിലേക്കൂടെ പോകുമ്പോൾ ഇപ്പോൾ ഒരു കൈ പോക്കി പിടിച്ചിട്ട് നടക്കണേ. കാരണം ഡ്രൈവർക്ക് കാണാം. ഡ്രൈവർമാർ അവരെ ബസ്സിലുള്ള ആൾ പല കാര്യം ചിന്തിക്കും. ഡ്രൈവർമാർക്ക് ആ ചിന്തയില്ല. ഡ്രൈവർമാർ അവരെ പിന്നെ അപകടം ഉണ്ടാകാതിരിക്കാൻ അവരെ ശ്രദ്ധിക്കുക. മുന്നിലുള്ള ആൾക്കാർ നടന്നുകൊണ്ടോ ശ്രദ്ധിക്കും. പിന്നെ മുന്നിൽ ഇറങ്ങുന്ന ആളെയും കയറുന്ന ശ്രദ്ധിക്കും. പക്ഷേ മുമ്പിലേക്കൂടെ നടക്കുമ്പോഴല്ല. ഞാൻ മലബാർ ബസ്സിൻ്റെ ഒരിക്കൽ ആക്സിഡൻ്റ് ആയിട്ട് മലബാർ ബസ്സിൻ്റെ സീറ്റിലിരുന്നിട്ട് നോക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അതിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ തെളിവ് ശേഖരിക്കണമല്ല, സത്യത്തിൽ കാണില്ല. അതിൻ്റെ മുമ്പിൽ മലബാറിൻ്റെ ഇപ്പോഴത്തെ ബസ് എങ്ങനെയല്ല, മലബാറിൻ്റെ ആ സീറ്റിൽ ഇരുന്നാൽ ഞാൻ ഇരുന്നില്ല. ഇതിപ്പം അതേപോലെ ഇരുന്ന പോലെ ആക്ഷൻ ആക്കി ഞാൻ നോക്കി, മുന്നിൽ കാണില്ല. ആ മുന്നിലേക്കൂടെ പോകുന്ന ആൾ കാണില്ല. നമ്മൾ അപകടം വരുത്താതിരിക്കുക, ഡ്രൈവിങ്ങിൽ സൂക്ഷിക്കുക, അമിത വേഗത ഒഴിവാക്കുക. പിന്നെ ഒരു ഡിസ്റ്റൻസിൽ വണ്ടി ഓടിക്കുക. അടുത്തും വലത്തും കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ മെയിൻ സിഗ്നൽ ഇതാക്കുക. സിഗ്നൽ ജമ്പിനെ മാനിക്കുക. സിഗ്നൽ ജമ്പ് എടുക്കുക. ചില ആളുകൾ ഈ റെഡ് സിഗ്നലിൻ്റെ, ഇപ്പോൾ ഉദാഹരണം പറയാം, 3, 2, 1 എന്ന് പറയുമ്പോൾ തന്നെ ആൾ മൂവ് ചെയ്ത്, അപ്പോൾ അവിടെ റെഡ് ലൈറ്റിൻ്റെ കാണും. ഫോട്ടോത്തിൽ റെഡ് ലൈറ്റ് കാണാം. അവർ മൂവ് ചെയ്തപ്പോൾ ഗ്രീൻ കത്തും. പക്ഷേ ഫോട്ടോയിൽ ഗ്രീൻ ജമ്പ് ചെയ്യുന്നത്, അല്ല റെഡ് ജമ്പ് ചെയ്യുന്നത്.
ഫൈൻ ഉറപ്പാണ്. ശ്രദ്ധിക്കുക, എല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറെ കാണാം.